ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ചിട്ട് റെസ്റ്റ് API ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ജസ്റ്റ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എങ്ങനെ സീരിയലൈസർ എന്ന റെസ്റ്റ് APIൻ്റെ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, അതിൽ കൊടുത്ത ഡാറ്റാസ് എങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിതിൽ ഗെറ്റ് അതേപോലെ തന്നെ പോസ്റ്റ് ഈ രണ്ട് മെത്തേഡുകൾ എങ്ങനെ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസുകളൊക്കെ ആക്സസ് ചെയ്തെടുക്കാനും, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും എങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗെറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈഫ് വെച്ചിട്ട് ചെയ്യാം. ഈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗെറ്റും പോസ്റ്റും രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഈഫ് എന്നെഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ്, അതായത് ഈക്വൽ ടു ഗെറ്റ്. അതായത് നമ്മൾ ഗെറ്റ് എന്നുള്ള മെത്തേഡിനെയാണ് വിളിക്കണതെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഭാഗത്തുള്ള ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യണം. ഇനി ഇവിടെ വന്ന് എലിഫ് എന്നെഴുതിയതിന് ശേഷം നമുക്ക് പോസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. അപ്പോൾ എലിഫ് എന്നെഴുതി അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തപോലെ റിക്വസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു ഇവിടെ വന്ന് പോസ്റ്റ്, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഗെറ്റ് എന്നും രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇനി പോസ്റ്റിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, സീരിയലൈസർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മൾ ആ സീരിയലൈസറിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, സ്റ്റുഡൻറ്റ് സീരിയലൈസർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാസ് ആക്സസ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ഡാറ്റ എന്നുള്ളത് നമുക്ക് ഈ റിക്വസ്റ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിലേക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്യേണ്ടത്. ഇനി ഈ കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് കറക്റ്റ് ആണോ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈഫ് സീരിയലൈസർ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഈസ് അണ്ടർസ്കോർ വാലിഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റാസും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സീരിയലൈസർ എന്നുള്ളത് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഒരു കോളൻ ഇട്ട് എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് സീരിയലൈസർ ഡോട്ട് സേവ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആയി എന്നുള്ളൊരു സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ HTML സ്റ്റാറ്റസ്, HTTP റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പല മെത്തേഡുകളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, HTTP സ്റ്റാറ്റസ് കോഡ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. HTTP സ്റ്റാറ്റസ് കോഡ്സ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് HTTP സ്റ്റാറ്റസ് കോഡ് ഉണ്ടാവും. ഓരോന്ന് എന്താണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 100 to 199 വരെയുള്ളത് ഇൻഫോർമേഷനലാണ്. പിന്നെ 200 മുതൽ 299 വരെയുള്ളത് സക്സസ്ഫുൾ റെസ്പോൺസാണ്, റീഡയറക്ഷൻ മെസ്സേജാണ്, ക്ലയൻറ്റ് എറർ മെസ്സേജാണ്, സെർവർ എറർ മെസ്സേജാണ്. അങ്ങനെ ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് HTTP സ്റ്റാറ്റസ് കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കതിൻ്റെ ആവശ്യമുള്ള കോഡുകളൊക്കെ ഇതൊന്ന് കിട്ടും. അത് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റാറ്റസ് കോഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതായത് ഓരോന്ന് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് കോഡുകളൊക്കെ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ സ്റ്റാറ്റസ് കോഡ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ഇതിലേക്കൊരു ലൈബ്രറി ഫയൽ, ഒരു മൊഡ്യൂൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രം എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് റെസ്റ്റ് ഫ്രെയിം വർക്ക്, നമ്മൾ ആ യൂസ് ചെയ്ത റെസ്റ്റ് ഫ്രെയിം വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ലോഡ് ചെയ്ത് വരട്ടെ. ഓക്കെ, റെസ്റ്റ് ഫ്രെയിം വർക്ക് എടുത്തു. ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് എന്നിട്ടതിന് ശേഷം സ്റ്റാറ്റസ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റാറ്റസ് മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് റിട്ടേൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് JSON റെസ്പോൺസ്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സീരിയലൈസർ എന്നുള്ള ആ ഡാറ്റാസ് നമുക്കൊന്ന്
ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് സീരിയലൈസർ ഡോട്ട് ഡാറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം സ്റ്റാറ്റസ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു സ്റ്റാറ്റസ് എന്നിട്ടതിന് ശേഷം ഡോട്ട്, അതിന് ശേഷം HTTP 2.1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2.1 ക്രിയേറ്റഡ് എന്നുള്ള ആ സ്റ്റാറ്റസ് കോഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മളിവിടെ വന്ന് ഇതിലെന്തെങ്കിലും എറർ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ കൊടുത്ത കണ്ടൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജും നമുക്ക് ട്രിഗർ ചെയ്യണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ വന്ന് JSON റെസ്പോൺസ് എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് സീരിയലൈസർ എന്താണോ അതിലുള്ള എറർ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ വന്ന് സീരിയലൈസർ എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എറർസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ എറർ സ്റ്റാറ്റസ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, സ്റ്റാറ്റസ് എന്ന് ചേർത്തു, ഈക്വൽ ടു സ്റ്റാറ്റസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 400 എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTTP 400, അപ്പോൾ ഇവിടേക്കൊന്ന് താഴോട്ട് നോക്കിയാൽ മതി. 400 എന്നുള്ളത് ബാഡ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. ഈ സ്റ്റാറ്റസാണ് നമുക്ക് അവിടെ വരേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഒരു ഫംഗ്ഷൻ, ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം, അതിൽ നിന്ന് റിട്ടേൺ ഫംഗ്ഷൻ വേണം. ഇതില്ലെങ്കിൽ നമുക്ക് ജാങ്കോയിൽ എപ്പോഴും ആ മെത്തേഡിൽ എറർ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, റിട്ടേൺ എന്നിട്ടതിന് ശേഷം ഒന്നും കൊടുക്കണില്ല, ജസ്റ്റ് ഒരു JSON റെസ്പോൺസ് എന്നതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ മെത്തേഡ് എറർ അടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻഡെക്സിൻ്റെ ഉള്ളിലൊരു റിട്ടേൺ ഫംഗ്ഷൻ കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഇതിൽ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് API വ്യൂ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് റെസ്റ്റ് ഫ്രെയിം വർക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഗെറ്റും അതേപോലെ തന്നെ പോസ്റ്റും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു API വ്യൂ എന്നുള്ളൊരു മെത്തേഡ് ഇതിലേക്ക് ആക്സസ് ചെയ്യണം. ഒരു ഡെക്കറേറ്റേഴ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രം റെസ്റ്റ് ഫ്രെയിം വർക്ക്, അതിനുശേഷം ഡോട്ട് ഇടുക, എന്നിട്ട് ഡെക്കറേറ്റേഴ്സ് എന്നിട്ട് കൊടുത്തു, ഇമ്പോർട്ട്, അതിൻ്റെ ഉള്ളിലുള്ള API വ്യൂ എന്നുള്ളതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൊടുത്ത മെത്തേഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, എന്ന് എഴുതുക, എന്നിട്ട് API വ്യൂ. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ആ മെത്തേഡുകളൊക്കെ നമ്മൾ ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഗെറ്റും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് പോസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് Python 3 സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ CD, അതിനുശേഷം നമ്മളിവിടെ വന്ന് API എക്സാമ്പിളിലേക്ക് കയറിയിട്ട് വേണം നമുക്കത് റൺ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റണ്ണായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ നമുക്കിവിടെ റണ്ണായി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഇതിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഓക്കെയാണ്. ഇപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ ജസ്റ്റ് നമ്മുടെ APIയിലുള്ള ആ ഡാറ്റാസ്, നമ്മുടെ ഇതിലുള്ള ഡാറ്റാസ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഡാറ്റാസ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗെറ്റ് എന്നുള്ള മെത്തേഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് പോസ്റ്റ്മാൻ എന്നുള്ളൊരു എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ, അതായത് നമ്മളൊരു റിയൽ പ്രൊജക്റ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് APIയിലേക്ക് വേണ്ട ഡാറ്റാസ് ആഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നത്. ഏതെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സ്റ്റൻഷനിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പോസ്റ്റ്മാൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്ന് കാണിക്കും. നിങ്ങളതെന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഞാനിതിൽ ഗൂഗിളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചതാണ്. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെ ഇമെയിൽ ID വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമായതുകൊണ്ട് സമയം എടുക്കൊന്നുമില്ല, എന്നാലും ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ന്യൂ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്കിതിലൊരു ടാബായിട്ട് ഓപ്പൺ ചെയ്ത് വരും. ഈ API നമുക്കിവിടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഡ്രസ്സ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, ഹെഡ്, ഓപ്ഷൻ, കോപ്പി ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ആദ്യം തന്നെ ഗെറ്റാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് ആ ഡാറ്റാബേസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുത്തത് അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് ലോഡിങ് ടൈം എടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്, 200 ആണ്. അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ആ കൊടുത്ത മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇത് നമുക്ക് റോ ആയിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, 1 by 1 ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ഡാറ്റാസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ ഗെറ്റാണ് യൂസ് ചെയ്ത്. ഇനി നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, പോസ്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഇതിൽ തന്നെ ചെയ്യാം, ഡിഫറൻ്റ് ഒന്നുമില്ല, നമുക്കിതിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ പോസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് എന്നാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഡാറ്റാസ് ആഡ് ചെയ്യണം. അപ്പോൾ ഡാറ്റാസ് ആഡ് ചെയ്യാൻ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ വന്ന് ബോഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ പോവുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഇത് മാറ്റി ടെക്സ്റ്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, JSON എന്നാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രാക്കറ്റ് ഇതുപോലെ ഒരു കേളി ബ്രേസസ് ഇട്ടു. ഇനി ആദ്യം തന്നെ നമുക്ക് ഇവിടെ വന്ന് നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നെയിമിൻ്റെ ID കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് എന്താണോ നമുക്ക് പേര് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാനൊരു പേര് ചേർത്തു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് അഡ്രസ്സ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് അഡ്രസ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് എന്നുള്ളത് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഫോൺ നമ്പറാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു, ഫോൺ എന്നും ചേർത്തു, കോളൻ ഇട്ടു, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഏതാണോ ഫോൺ നമ്പർ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഒരു കോളൻ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് ഫോൺ നമ്പർ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സെൻഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ID കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ വന്ന് സെൻഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കൊടുത്തത് ഓക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട് 201 ക്രിയേറ്റഡ്. അപ്പോൾ കൊടുത്തതെല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി ഇത് വന്നോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എഗെയിൻ ഇവിടെ വന്ന് പോസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഗെറ്റ് ഒന്ന് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഓക്കെ സേവ് ആണല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി അഗെയിൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ന്യൂ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ലോഡ് ചെയ്ത് വരട്ടെ. ഇനി ഇവിടെ വന്ന് അഗെയിൻ നമ്മൾ ID ഒന്നുകൂടി ചേർത്ത് ഒന്നുകൂടി ഇത് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഡാറ്റാസ് ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് നമ്മൾ വിനോദ് എന്നുള്ള ഡാറ്റാസ് കൂടി ആഡ് ആയിട്ടുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി വന്നോ എന്നത് നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിൻ പേജിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു. നമുക്ക് അഡ്മിൻ പേജിൽ നിന്ന് ലോഗിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്നുള്ള ആ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ വിനോദ് എന്നുള്ള പേര് കൂടി ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഇതിലേക്കായിട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പുട്ട്, അതേപോലെ തന്നെ ഡിലീറ്റ് എന്നിങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.